നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസം മുതൽ തന്നെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഇനി തിരഞ്ഞെടുപ്പിന്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാനൂലുകൾ തല പൊക്കി തുടങ്ങി. സലീം കുമാറിൻ്റെ സൈസിനനുസരിച്ച് പെട്ടി കൂടി തയ്യാറാക്കിക്കൊള്ളൂ. ഇതിൽ ഇങ്ങനെ വെട്ടാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഡാമിലെ മുതലക്കുഞ്ഞുങ്ങൾക്കും മീനുകൾക്കും ഇട്ടുകൊടുക്കാനുള്ള അടുത്ത ഇര തയ്യാർ. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ സലീം കുമാറിൻ്റെ പ്രസംഗത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലെ ചിലയിടങ്ങളിലെ ചർച്ച, അല്ലെങ്കിൽ അടിമകളുടെ ചർച്ച എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് തൊട്ട് ദിവസം മുന്നേ തന്നെ കോൺഗ്രസിന് പിഷാരടിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയ സലീം കുമാർ സംസാരിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ചില വാക്കുകൾ കടമെടുത്ത് അദ്ദേഹത്തിന് തന്നെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഊളംപാറയിലൊക്കെ കണ്ടിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ആ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് സൈബർ അറ്റാക്ക് സലീം കുമാറിനെതിരെ ഉണ്ടായി. അതിന് മറുപടി ഇന്നലെയും പറഞ്ഞിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയും വി.ഡി. സതീശനും ഒരുമിച്ച് ഒരു സംവാദത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊരു ചർച്ച സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. എന്റെ പൊന്നു മുഖ്യമന്ത്രി പോയി ദേവത്തെയോർ തലവെക്കലിലെ ആള് വി.ഡി. സതീശനാണ്. ഇക്ഷ ഇന്ന ഇത്രട്ട ഒക്കെ വരച്ചു വിടും, അതുകൊണ്ട് ജീവന കൊതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകരുത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, സലീം കുമാറിനെതിരെ നടക്കുന്ന ഈ അധിക്ഷേപങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരെയും സലീം കുമാർ തുറന്നടിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കാട്ടിയൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പോയി പണി നോക്ക് എന്നൊക്കെ പറയുകയായിരുന്നു. നമുക്കറിയാലോ സലീം കുമാറിൻ്റെ ഒരു രീതി, ആ രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ സലീം കുമാറിൻ്റെ ഓരോ സംസാര രീതികളും അല്ലെങ്കിൽ ഓരോ പ്രചാരണ വേദിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇട്ട് പൊട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. അല്ലെങ്കിൽ സലീം കുമാർ തന്നെ പറഞ്ഞതുപോലെ തന്നെ കുരു പൊട്ടി തുടങ്ങിയത് എന്ന് വേണം പറയാൻ. CPM-നെതിരെ പരിഹാസവുമായി നടൻ സലീം കുമാർ ഇന്നലെയും രംഗത്തെത്തിയിരുന്നു. ശാസ്ത്രത്തെ പോലും CPIM തോൽപ്പിക്കുന്നു. പണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ പൊട്ടാസ്യം സയനൈഡ് വേണമായിരുന്നു, ഇപ്പോൾ സഖാവിനെ കൊണ്ട് അടുത്ത് നിർത്തിയാൽ മതിയെന്നും സലീം കുമാർ പരിഹസിക്കുകയാണ്. ഒറ്റ പരിപാടിയിലൂടെ പ്രചരണം നടത്തണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് കയറി വൈറലായി. സഖാക്കൾക്ക് കുരു പൊട്ടാൻ തുടങ്ങി. ഇതൊക്കെ എന്ത് പോടോ എന്നേ പറയാനുള്ളൂ. രമേശ് പിഷാരടി അരിപ്പൊടിയുടെ പരസ്യത്തിലുണ്ട്, അതുകൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കില്ല. അത്രയ്ക്കും ലോലമാരാണ് സഖാക്കൾ. എനിക്കെതിരെ ഒരു കേസ് കൊടുത്തു. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല. എന്നെ രാഷ്ട്രീയ പ്രചാരണത്തിൽ നിന്നും വിലക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, കെമിസ്ട്രി പറയുന്നത് കൊണ്ടാണ് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? പറയാനാണെങ്കിൽ ഒരുപാട് തമാശകൾ ഉണ്ട്. CPIM ശാസ്ത്രത്തെ പോലും തോൽപ്പിക്കുന്നു. പണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ പൊട്ടാസ്യം വേണമായിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല, ഒരു സഖാവ് മതി. ദയവ് ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ചർച്ചയ്ക്ക് വിളിക്കരുത്, പുലിമടയിൽ തല വെച്ച് കൊടുക്കരുത് എന്നേ ഞാൻ പറയൂ. മുഖ്യമന്ത്രിയെ മൂക്കുകൊണ്ട് ഋത്തിക് റോഷൻ എന്ന വി.ഡി. എഴുതിക്കുമെന്ന് സലീം കുമാർ പരിഹസിച്ചു. നേരത്തെ തോമസ് ഐസക്കിനെ കൊണ്ട് ധൃതരാഷ്ട്ര എന്ന് എഴുതിച്ച ആളാണ് വി.ഡി. സതീശൻ. കേസെടുത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇതൊക്കെ എന്ത് പോടാ എന്ന് മറുപടി പറയാനേ ഉള്ളൂവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഊളംപാറ എന്നൊരു മാനസികാരോഗ്യ കേന്ദ്രമില്ല, അങ്ങനെ രണ്ടാളുകളും ഇല്ല. ഉണ്ടെങ്കിൽ അവരുടെ മേൽവിലാസം തരണമെന്നും സലീം കുമാർ പരിഹസിച്ചു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന സലീം കുമാറിന്റെ പരിഹാസ കമന്റുകൾക്ക് താഴെ നിരവധി രൂക്ഷമായ എന്തിനാ പറയുന്നു ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള കമന്റുകളാണ്. പെട്ടി റെഡിയാക്കാൻ സമയമായി എന്നടക്കം പറയുന്ന കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും സലീം കുമാറിനെ എനിക്കൊരു ബഹുമാനവും ഇഷ്ടവും ഒക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് മുതൽ സലീം കുമാറിനെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളുമുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്നവരെ, മുഖം നോക്കാതെ നിശിതമായി പ്രതികരിക്കുന്നവരെ ഒക്കെ തന്നെ അങ്ങ് പൂർണ്ണമായി ഇല്ലാതെയാക്കാം എന്നുള്ള സ്റ്റൈലുണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ എല്ലാ കമന്റുകൾക്ക് താഴെയും കാണുന്നത്. ഇതേ നിലപാട് അല്ലെങ്കിൽ ഇതേ രീതി തന്നെയാണ് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ച മാധ്യമ പ്രവർത്തകനെയും തീർത്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെയാണ് സലീം കുമാറിനെയും. സലീം കുമാർ ഒരു തലവേദനയായി മാറുന്നു, അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു സലീം കുമാറിന്റെ ഈ ഒരു പ്രതികരണങ്ങൾ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് സലീം കുമാറിന്റെ ഈ പെടാപ്പാട് എന്ന് പറയുന്നതുമുണ്ട്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം സലീം കുമാർ നടത്തിയ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ, ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാം പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പൊട്ടാസ്യം സയനൈഡ് ഒഴിച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പൊ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം, സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവർ തോപ്പിച്ചു കളഞ്ഞേക്കാണ്. ശ്രീ വി.ഡി. സതീശന്റെ
ഒറ്റ പ്രചരണത്തോടുകൂടി ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി, ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പോൾ അത് കണ്ട് സഹാക്കൾക്ക് കുരുപൊട്ടാൻ തുടങ്ങി. എന്നെ എൻ്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല ഒന്നും അറിയാത്ത എൻ്റെ മോനെയും അവർ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവം, അവർ ശീലിച്ചതേ പാലിക്കൂ, അല്ലാതെ നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ സമാധാനം. പിന്നെ എൻ്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലൊക്കെ ഇട്ടിട്ട് ഇൻഡു മാർക്ക് ഇട്ടേക്കണം, ഇവൻ്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എൻ്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ, ഇതൊക്കെ എന്ത്. ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പിന്നെ വേറൊരു പേജ് ഞാൻ നോക്കിയപ്പോ ഒരു അരിപ്പൂട്ട് വെച്ചിട്ട് ഇൻഡു ഇട്ടേക്കണം, ഇനി ഈ പൂട്ട് നമ്മൾ തിന്നില്ല. കാരണം അന്വേഷണം എന്താണ്, രമേശ് പിഷാരടി പുട്ടിന്റെ പരസ്യത്തിലെടുത്തത് അരിപ്പൂട്ടുള്ള പരസ്യം, അതുകൊണ്ട് നമ്മളിനി അരിപ്പൊടി കൂട്ടി പുട്ടുണ്ടാക്കില്ല. അത്രക്ക് ലോലന്മാരവരാ. അപ്പൊ അവരെ വെറുതെ വിട്ടേക്കാം. പിന്നെ ഞാൻ രാത്രി ഒന്നും പറയില്ല, ഇപ്പൊ ഇന്നലെ എൻ്റെ പേരിൽ കേസെടുത്തേക്കാം. അപ്പൊ പല ടി വിക്കാരും വന്നേക്കുന്നത് അതെന്താന്ന്, അപ്പൊ അവരോട് പറഞ്ഞേക്കാല്ല. എനിക്ക് വേറെ അത് ഇന്നലെ എൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര്, ഞാൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല, ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്നൊരു ആശുപത്രി ഇല്ല. പിന്നെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളും ഇല്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായി. മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു പയ്യൻ വന്ന് അമേരിക്കയിൽ നിന്നിട്ട് അമേരിക്ക കേരളത്തേക്കാൾ മോശ സ്ഥലമാണെന്നും അമേരിക്കയിൽ നല്ല സ്ഥലമാണ് കേരളം എന്നൊരു പയ്യൻ പറഞ്ഞു. അവനെ ഊളംപാറയെ കൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞത്. ഊളംപാറ എന്നൊരു ഹോസ്പിറ്റലില്ല, ഈ 2 കുട്ടികളും ഇല്ല. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ളത്. പിന്നെ അതാണ് പറഞ്ഞത്, കേസ് കൊടുത്തത് ഇയാളെ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നില്ല. കെമിസ്ട്രി പറയുന്നതിന് ആർക്കും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അന്നൊരു കെമിസ്ട്രി ഞാൻ പറഞ്ഞുതരാം. ഈ സൈനൈഡേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് അയിരികളിൽ നിന്നും, നമ്മുടെ ലോഹങ്ങളുടെ അയിരില്ലേ, അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് എടുക്കാനുള്ള പൊട്ടാസ്യം, നമ്മൾ സ്വർണ്ണ പണിക്കാരുടെ ചോദിച്ചറിയാം, പൊട്ടാസ്യം സൈനൈഡ് ഒഴിച്ചിട്ടാണ് നല്ല സ്വർണം വേർതിരിക്കുന്നത്. ഇപ്പോൾ CPM പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്വർണ്ണമുള്ള സ്ഥലത്ത് ഒരു സഖാവിനെ കൊണ്ടുവരുത്ത അവനത് വേർതിരിച്ചിട്ടിട്ട് ചെമ്പാക്കി മാറ്റും. അങ്ങനെ ശാസ്ത്രത്തെ വരെ അവർ തോപ്പിച്ചു കളഞ്ഞേക്കാണ്. പറയുകയാണെങ്കിൽ മണിക്കൂറുകളോട് നിന്ന് പറയാനുള്ള തമാശകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിക്കട മോൻ, ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരു ദിവസത്തെ കൺവെൻഷൻ ഞാനായിരുന്നു കൊടുക്കുക. അദ്ദേഹം എൻ്റെ മരിക്കുന്നവരെ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. ഇബ്രാഹിം കുഞ്ഞിക്ക ഈ മണ്ണിൽ നിന്നും ഇവിടെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും കളമശ്ശേരിയെ ശരിയാക്കിയ ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ ഇന്നും തളം കെട്ടി നിൽക്കുകയാണ്. ആ ഓർമ്മകൾക്ക് നിങ്ങൾ ഒരു നന്ദി കൊടുക്കണം. സ്വന്തം ജീവവായു പോലെ ഒരു സ്വന്തം കളമശ്ശേരിയെ സ്നേഹിച്ച ആ മനുഷ്യൻ്റെ മകനെ വൻപിച്ച വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.